ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓൾഡ് ബൾബുകൾ ഉപയോഗിച്ചിട്ടുള്ളൊരു കുഞ്ഞു ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ 8 ബൾബുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അക്രലിക്കിൻ്റെ കുറച്ച് പെയിൻറ്റ് വേണം, അതുപോലെ 2 ടൈപ്പ് ബ്രഷ് വേണം, ബ്രഷ് കഴുകാൻ വെള്ളം, അതുപോലെ ഒരു പാലറ്റ്. ഓക്കെ, പിന്നെ നമുക്ക് ആദ്യം ഒരു പോയിൻ്റ് ബ്രഷോ അല്ലെങ്കിൽ ഒരു ടൈൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു സ്റ്റാർ ഡിസൈനാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. ചില്ലിൻ്റെ ബൾബിൽ നമുക്ക് ഇങ്ങനെ സ്റ്റാർ ഡിസൈൻ കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഈ സ്റ്റാറിൻ്റെ നടുക്കായിട്ട് പിങ്ക് കളറിൽ ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 2 ബൾബിൽ പിങ്ക് ഡോട്ടും അതുപോലെ 2 ബൾബിൽ റെഡ് ഡോട്ടുമാണ് ഇട്ട് കൊടുക്കുന്നത്. ചില്ല് ബൾബിൻ്റെ കാര്യം കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. LED ബൾബ് ഞാൻ വഴി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ചില്ല് ബൾബുകളൊക്കെ നമുക്ക് ഉണങ്ങാനായിട്ട് വെക്കാം. ഇനി LED ബൾബ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു പാലറ്റിലേക്ക് കുറച്ച് വൈറ്റ് പെയിൻറ്റ് ഒഴിച്ചിട്ട് നമുക്കിതിൻ്റെ പുറം വശം മുഴുവനായിട്ട് അടിച്ചു കൊടുക്കാം. ഇതിന് താഴ്ഭാഗത്ത് ഇങ്ങനെ ഡേറ്റൊക്കെ എഴുതിയിട്ടുണ്ടാവും, വാട്ടർമാർക്കൊക്കെ ഉള്ള ആ ഒരു ഭാഗമൊക്കെ അവിടെയൊക്കെ ഒന്ന് ഫിനിഷായിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. ഒറ്റ കോട്ട് അടിച്ചാൽ മതിയാവും. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് റെഡ് കളർ ഉപയോഗിച്ച് ആദ്യം ചെയ്ത പോലെ സ്റ്റാർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 എണ്ണം റെഡ് കളർ സ്റ്റാറും അതുപോലെ 2 എണ്ണം പിങ്ക് കളർ സ്റ്റാറുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. എൻ്റെത് ചില ഭാഗത്തൊന്നും ഉണങ്ങിയിട്ടില്ല. ഒന്നുകൂടി ബെറ്ററായിട്ട് ഉണങ്ങുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ഉണങ്ങാനായിട്ട് ക്ഷമിക്കാം കേട്ടോ. ഞാൻ റെഡ് കളർ സ്റ്റാറിൻ്റെ മുകളിൽ യെല്ലോ കളർ ഡോട്ടും അതുപോലെ പിങ്ക് കളർ സ്റ്റാറിൻ്റെ മുകളിൽ ബ്ലാക്ക് കളർ ഡോട്ടുമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ ഈ ഒരു പെയിൻറ്റ് ഡ്രൈ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ ബൾബുകൾ വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ LED ബൾബ് ഞാൻ ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ നോർമലി ചാക്ക് കയറൊക്കെ കിട്ടില്ല, ആ ഒരു കയർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് കെട്ടിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു ബൾബ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മളൊരു കയറിൻ്റെ ഒരു ഭാഗം ഇതുപോലെ മടക്കിയിട്ട് നീളം കൂടിയ ഭാഗം ഉണ്ടല്ലോ കയറിൻ്റെ, ആ ഒരു ഭാഗം നമ്മൾ ഇതിൻ്റെ മുകളിൽ ചുറ്റുക. ഞാൻ ചെയ്യുന്ന പോലെ ചുറ്റുക. ഓക്കെ, ഇതുപോലെ ചുറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു 4-5 തവണ അങ്ങനെ ചുറ്റി കൊടുക്കുക. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് നീളത്തിലുള്ള കയറ് തന്നെ നോക്കിയിട്ട് എടുത്തോളൂ. ഓക്കെ, ചുറ്റിയതിന് ശേഷം നമ്മൾ ആ ഒരു ഭാഗം നമ്മുടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ബൾബ് ഈ ഒരു രൂപത്തിൽ കയറിൽ തൂങ്ങി കിടക്കുന്ന രീതിയിൽ കിട്ടണം. അപ്പോൾ നമുക്ക് ബാക്കി നീളം കൂടിയ ആ ഒരു ഭാഗത്ത് കുറച്ച് ഭാഗം എടുത്തിട്ട് വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കയറൊന്ന് മടക്കിയിട്ട് ബൾബ് വീണ്ടും ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക.
അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചില്ലിൻ്റെ ബൾബുകൾ ആദ്യം മുഴുവനായിട്ട് കെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ബൾബ് വെക്കുന്നത് റൂമിലെ വാൾ പെയിൻറ്റിങ്ങിൻ്റെ മുകളിലായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ബെറ്റർ ആയിരിക്കും തോന്നി, അതുകൊണ്ടാണ് അവിടെ വെക്കാൻ തീരുമാനിച്ചത്. പിന്നെ നിങ്ങൾ വെക്കുമ്പോൾ ബൾബ് പൊട്ടിപ്പോവാൻ ചാൻസ് ഇല്ലാത്ത ഏരിയയിലൊക്കെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ബൾബ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊരു ആണി സൈഡിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഓരോ ചില്ല് ബൾബിൻ്റെ ഇടയിലായിട്ടാണ് ഞാൻ LED ബൾബ് വെച്ച് കൊടുക്കുന്നത്. ആദ്യം LEDയിൽ ജസ്റ്റ് ഒന്ന് നൂല് കെട്ടിയിട്ട് ഈ ഒരു കയറിലേക്ക് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഞാൻ വാളിലെ റൈസ് ലൈറ്റ് ഓണാക്കിയപ്പോൾ ഒന്നുകൂടി ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൈസ് ലൈറ്റ് ഓൾറെഡി ഞാൻ ചുവരിൽ ഫിറ്റ് ചെയ്തതാണ്, അതുകൊണ്ട് അതെനിക്ക് ഈ ഒരു ബൾബിൻ്റെ കയറിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കാൻ പറ്റിയിട്ടില്ല. ബൾബിൻ്റെ കയറിൽ നമ്മൾ ഇതുപോലത്തെ LED ബൾബുകൾ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ വളരെ ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഓൾറെഡി ഫിറ്റഡ് ആണ്, അതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഏരിയയിൽ തന്നെ ഈ ബൾബ് വെക്കാൻ തന്നെ കാരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്മോൾ ക്രാഫ്റ്റാണ്. പിന്നെ ഈ ഒരു റൈസ് ലൈറ്റിൻ്റെ അതുപോലെ വാൾ പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ഇതിന് മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ പേജിൽ പോയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് താഴെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം നിങ്ങളുടെ ഫാമിലീസ് ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.